നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ പരാജയം വന്നാല് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ചെറുപ്പത്തിലൊക്കെ ക്രിക്കറ്റ് കളിച്ചിട്ട് ഔട്ടായി കഴിഞ്ഞാൽ പറയും ബാറ്റ് ശരിയില്ല പറയും. അതുപോലെ ഷർട്ട് ചെറുതായി എന്ന് പറയും. പിന്നെ പാൻറ് ചെറുതായി എന്ന് പറയും. ശരിക്കും പാൻറ് ചെറുതാവുന്നതല്ല, നമ്മൾ വലുതാവുന്നതാണ്. പക്ഷെ അത് നമ്മൾ പറയില്ല. നമ്മൾ പറയുന്നത് എന്താ? പാൻറ് ചെറുതായി, ഷർട്ട് ചെറുതായി, അല്ലെങ്കിൽ ബാറ്റ് ശരിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഔട്ടായത്. ബോളർ പറയും സിക്സ് പോയാൽ ബോൾ വെയിറ്റ് ഇല്ല, അല്ലെങ്കിൽ ബോൾ ശരിയില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറയും. ഇങ്ങനെ പഴിചാരുന്ന പരിപാടി നമുക്കുണ്ട്. യൂട്യൂബിൻ്റെ കേസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഴിചാരുന്നത് അൽഗോരിതം ശരിയില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അൽഗോരിതത്തിനെ അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ട് നമ്മുടെ നാട്ടിലൊരു ചായക്കടയിൽ അങ്ങ് പ്ലേസ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ചായക്കടയിൽ കഥയിലൂടെയാണ് അൽഗോരിതത്തിന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ചിലപ്പോൾ ഈ കഥ പറഞ്ഞ് തീരുമ്പോഴേക്കും കുറച്ച് സമയമെടുക്കും. അതുവരെ നിങ്ങൾ കേട്ടിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും നാട്ടിലുള്ള ഒരു ചായക്കടയാണെന്ന് വിചാരിക്കാം. ചായക്കടയുടെ പേര് കുമാരേട്ടൻ്റെ ചായക്കട. അപ്പോൾ കുമാരേട്ടൻ്റെ ചായക്കടയിൽ ഒരുപാട് ആൾക്കാർ ചായ കുടിക്കാൻ വരും. അപ്പോൾ അവിടെ പണിക്കാരുള്ളത് ഒന്ന് കുമാരേട്ടൻ്റെ ചായ ഉണ്ടാക്കുന്ന ഒരാൾ, പിന്നെ ഒരു സപ്ലയർ. ഇത്രയാണ് അവിടെ പണിക്കാരുള്ളത്. അപ്പോൾ ഈ കുമാരേട്ടൻ്റെ ചായക്കടയിൽ ഒരുപാട് ആൾക്കാർ വരുന്നതല്ലേ. അങ്ങനെ നാട്ടിലെ 3 യുവാക്കൾ നേരെ തന്നെ ചായക്കടയിലേക്ക് വന്നു. അപ്പോൾ ഈ 3 പേര് കയറി വന്നപാടന്നെ കുമാരേട്ടൻ പറഞ്ഞു, ജോസഫിന് ലൈറ്റ് ചായ, രാഹുലിന് കടുപ്പുള്ള ചായ, സുഹൈലിന് കടുപ്പം കുറച്ചൊരു ചായ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് കുമാരേട്ടൻ്റെ അൽഗോരിതം. കുമാരേട്ടൻ എന്ന് പറയുന്ന അൽഗോരിതത്തിന് എന്തറിയാം? ഈ പറഞ്ഞ 3 പേരും സ്ഥിരമായിട്ട് കുമാരേട്ടൻ്റെ കടയിലെ കസ്റ്റമേഴ്സാണ്. അതുകൊണ്ട് കുമാരേട്ടന് അവരുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എന്താണെന്നറിയാം. അടുത്ത ദിവസം ഇവരുടെ കൂടെ ഒരാൾ പുതുതായിട്ട് വന്നു. ഈ പുതുതായിട്ട് വന്ന ആൾക്ക് എന്താ വേണ്ടതെന്ന് കുമാരേട്ടന് വേണ്ടി നിശ്ചയമില്ല. കുമാരേട്ടൻ പറഞ്ഞു ഹോർലിക്സ് ഉണ്ട്, ചായ ഉണ്ട്, ലൈറ്റ് ചായ ഉണ്ട്. ഇങ്ങനെ ചായയുടെ ഐറ്റംസും കടിയുടെ ഐറ്റംസും ഒക്കെ പറഞ്ഞ് ആളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. അപ്പം ആളൊരു ഹോർലിക്സ് ഓർഡർ ചെയ്തു. കുമാരേട്ടൻ കൊടുത്തു. ആൾ കുടിച്ചു. ആൾ പോയി. പിന്നെ ആ ആളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും കുമാരേട്ടൻ അവിടെ ശേഖരിക്ക് വെക്കുന്നില്ല. കാരണം അയാൾ ഇതുവരെ പരിചയമില്ലാത്ത ഒരാളാണ്, വന്നു പോയി എന്നുള്ളത് മാത്രമേ കുമാരേട്ടൻ അറിയുള്ളൂ. കുമാരേട്ടൻ അത്രമാത്രമേ അതിന് കാണുന്നുള്ളൂ. അപ്പോൾ കുമാരേട്ടൻ്റെ അൽഗോരിതം ഇത് മുതൽ തുടങ്ങുന്നു. ഇനി ആ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ചായ കുടിക്കാൻ വരാറുണ്ട്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളുകളെയൊന്നും കുമാരേട്ടൻ അത്ര വലിയ ഓർമ്മയൊന്നുമില്ല. ചായ കുടിക്കും പോകും. അപ്പോൾ ഇങ്ങനെ ചായക്കട നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചില പ്രശ്നങ്ങൾ ഈ ചായക്കടയിലേക്ക് വരുന്നത്. അതിൽ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ചായ കുടിക്കുന്ന പല ആളുകളും ചായ ഫുള്ളായിട്ട് കുടിക്കുന്നില്ല. ചായ കുറച്ച് ഭാഗം കുടിച്ച്, അതല്ലെങ്കിൽ ഒരു പകുതിയോളം കുടിച്ച്, അല്ലെങ്കിൽ മുക്കാൽ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് പലരും പോകുന്നതായിട്ട് കുമാരേട്ടൻ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ കുമാരേട്ടൻ വെച്ചു എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം? കാരണം അങ്ങനെ ആൾക്കാർ പോരുതല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുമാരേട്ടൻ ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലായത്. മൂപ്പര് ഒരു ചായ ഇതുപോലെ കുടിച്ചു നോക്കി. അപ്പോൾ ഈ ചായക്ക് മധുരമില്ല, അതുപോലെ കടുപ്പമില്ല, അതുപോലെ ചായയാണ് കുടിക്കുന്നതെന്ന് പോലും തോന്നുന്നില്ല. അപ്പോൾ കുമാരേട്ടനെ മനസ്സിലായി ഇവിടെ പ്രശ്നമുണ്ട്. അപ്പോൾ പ്രശ്നം നോക്കിയപ്പോൾ കുമാരേട്ടൻ്റെ കടയിൽ ചായക്കാരൻ ഉണ്ടാക്കുന്ന ചായയിലാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം വരുന്നത്. ഇതോടുകൂടി കുമാരേട്ടൻ്റെ കാര്യം മനസ്സിലായി. കാരണം ഇവരെ കൊണ്ട് ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ കച്ചവടം പൂട്ടും എന്ന് മനസ്സിലായപ്പോൾ കുമാരേട്ടൻ എന്ത് ചെയ്തു? ഈ ചായക്കടക്കാരനെ അങ്ങ് പറഞ്ഞു വിട്ടു. ഈ പറഞ്ഞ ചായക്കാരനെ പോലെയാണ് നമ്മളിൽ പലരും ചായ കൊടുക്കുന്നത്. യാതൊരു വാല്യൂ ഇല്ലാത്ത ചായയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഫുള്ളായിട്ട് കുടിക്കാതെ പോകുന്നു എന്നുള്ളത് കുമാരേട്ടൻ മനസ്സിലായി. കുമാരേട്ടൻ അയാളെ മാറ്റി പുതിയ ഒരു ചായക്കാരനെ കൊണ്ടുവന്നു. അങ്ങനെ അയാളുടെ ചായ കിടിലൻ ചായയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു വെച്ചാൽ ആൾക്കാർ വരുന്നു, ഫുള്ളായിട്ട് കുടിക്കുന്നു, ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. കുമാരേട്ടൻ്റെ കച്ചവടം, ചായക്കച്ചവടം അങ്ങ് കൂടി. ഇതോടുകൂടി കുമാരേട്ടന് ഒരു കാര്യം മനസ്സിലായി. കാരണം എനിക്ക് ഇത്രയും ബെനിഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അവനെയും കൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ വിൽക്കുന്ന ചായയുടെ ഒരു വിഹിതം ഈ പറഞ്ഞ ചായക്കാരനും കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടാളും ഹാപ്പിയായി. കുമാരേട്ടനും ഹാപ്പി, ചായ ഉണ്ടാക്കുന്നവനും ഹാപ്പി. അതിൻ്റെ ഒരു പകുതിയാണ് കുമാരേട്ടൻ ചായക്കടക്കാരന് ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കുന്നത്. അതാണ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന പരിപാടി. ഇനി ഇതുപോലെ കുമാരേട്ടൻ്റെ ചായക്കട മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഈ വരുന്ന ആളുകളൊക്കെ ഇറങ്ങിപ്പോവാണ്. ആളുകൾ വരുന്നുണ്ട്, പക്ഷേ ഈ വരുന്ന ആളുകൾ വന്ന പാടെ തന്നെ ഇറങ്ങിപ്പോവാണ്. കുമാരേട്ടൻ ഇതിൻ്റെ ഒരു ഗുട്ടൻസ് പിടികിട്ടുന്നില്ല. അങ്ങനെ കുമാരേട്ടൻ ഇത് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുമാരേട്ടൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നോക്കുമ്പോഴാണ് മനസ്സിലായത് ഈ കുമാരേട്ടൻ്റെ സപ്ലയർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ അവിടെ വന്നിരുന്ന് ചായക്ക് വേണ്ടി വന്നിരുന്നാൽ ഇയാൾ പറയുന്നത് ഇത് നമ്മുടെ കുമാരേട്ടൻ്റെ ചായക്കടയാണ്, ഈ ചായക്കട തുടങ്ങിയിട്ട് 10 വർഷമായി, ഈ ചായക്കടയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇങ്ങനെയാണ്, ഇതിൻ്റെ പഴംപൊരി എന്ന് പറയുന്നത് നമ്മൾ മറ്റേ ഗോപാലേട്ടൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്ന പഴം പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവർ എന്ത് ചെയ്യുന്നില്ല, ഈ ആൾ
ഈ വന്ന ആൾക്ക് പഴംപൊരിയോ ചായയോ ഒന്നും കൊടുക്കുന്നില്ല, ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഏകദേശം 1-2 മിനിറ്റ് ഈ പറച്ചിലൊക്കെ പറഞ്ഞു ക്ഷമ നശിച്ചിട്ടാണ് പലരും ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇതും കുമാരേട്ടന് തോന്നി ഇത് ഇങ്ങനെ കൊണ്ടുപോയാൽ ശരിയാവില്ല. കാരണം 10 വർഷം മുന്നേ ആളുകൾക്ക് ഈ കടേനെക്കുറിച്ചൊന്നും അറിയാത്ത സമയത്ത് കുറേ ഡീറ്റെയിൽസുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, നമസ്കാരവും മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കടയിൽ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്ന് കുമാരേട്ടന് ബോധ്യം വന്നു. കുമാരേട്ടൻ അവനെയും പറഞ്ഞു വിട്ട് പുതിയൊരാളെ കൊണ്ടുവന്നു. പുതിയൊരാൾ വന്ന പാടെ തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കും. ചായ ആണെങ്കിൽ ചായ, പഴംപൊരി ആണെങ്കിൽ പഴംപൊരി എടുത്തു കൊടുക്കുകയും ആൾ സന്തോഷത്തോടെ കഴിച്ച് പോവുകയും ചെയ്യും. ഇത് നമ്മളെപ്പോലെയുള്ള കുറേ ആളുകളാണ്. നമ്മൾ നമസ്കാരം പറഞ്ഞ്, നമ്മുടെ വീട്ടുവിശേഷം പറഞ്ഞ്, സബ് ചെയ്യാൻ പറഞ്ഞ്, കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ്, എന്നിട്ട് ബാക്കി സമയമുണ്ടെങ്കിൽ 1-2 ഡയലോഗ് പറഞ്ഞ്, പിന്നെ ഒരു 5-6 ആനിമേഷൻസും കാണിച്ച് ഔട്ട്രോവും കാണിച്ച് തീർക്കുന്ന നമ്മളെപ്പോലെയുള്ള കുറച്ച് ആളുകൾ, നമ്മളെപ്പോലെ പറഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള കുറച്ച് ആളുകളെ പോലെയുള്ള ക്രിയേറ്റേഴ്സാണ് എന്ന് വിചാരിക്കാം. വീണ്ടും പ്രശ്നങ്ങളാണ്. കാരണം ഈ ചായക്കടയിൽ പ്രശ്നങ്ങൾ മാറിയിട്ട് സമയമില്ല, എപ്പം നോക്കിയാലും പ്രശ്നങ്ങളാണ്. ഈ ചായക്കടയിലേക്ക് എപ്പോഴും കടികൾ കൊണ്ടുവരുന്നത്, പലതരത്തിലുള്ള കടികളാണ് കുമാരേട്ടൻ്റെ ചായക്കടയിൽ കൊടുക്കുന്നത്. ഈ കടികൾ കൊണ്ടുവരുന്ന ആളുകളൊക്കെ ആ നാട്ടിൽ തന്നെയുള്ള പ്രദേശത്തുള്ള ആളുകളാണ്. അപ്പോൾ അവർ പലതരത്തിലുള്ള കടികൾ കൊണ്ടുവരും. ഈ കടികൾ കൊണ്ടുവരുന്നതിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ രാവിലെ 8 മണിക്ക് കൊണ്ടുവരുന്ന കടികൾ എല്ലാ ദിവസവും കൃത്യം 8 മണിക്ക് കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ അവരുടെ കടി എപ്പോൾ വരുമെന്ന് കുമാരേട്ടന് കറക്റ്റ് അറിയാം. 8 മണിയാകുമ്പോൾ നമ്മൾ ഇന്ന ആളുടെ കടി വരും, 8:30 ആകുമ്പോൾ ഇന്ന ആളുടെ കടി വരും, 9 മണിയാകുമ്പോൾ ഇന്ന ആളത് വരും. അതിൽ തന്നെ ചിലരുടെ കടികളും കാര്യങ്ങളൊക്കെ സൂപ്പർബാണ്. അവർ കറക്റ്റ് ടൈമിന് കൊണ്ടുവരും, നല്ല കടികളാണ്, ആളുകൾ കണ്ടമാനം അത് വാങ്ങിക്കും. അതോടുകൂടി കുമാരേട്ടൻ എന്ത് ചെയ്തു, ഈ കടികളുടെ ഓർഡർ അങ്ങ് കൂട്ടി ധൈര്യമായിട്ട് പല ആളുകൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എല്ലാവരും പറയും നിങ്ങൾ ഇത് കഴിച്ചോ, ഇതാണ് നല്ലത്, ഇത് കഴിച്ചോ. കാരണം കുമാരേട്ടൻ ഉറപ്പുണ്ട് നല്ല കടിയാണ്, ആളുകൾ നല്ല ഇഷ്ടത്തോടെ കഴിക്കുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ ഈ കടിയിലൂടെയുള്ള വരുമാനവും വളരെ കൂടി വന്നപ്പോൾ ഇതിൻ്റെ ഒരു പെർസെൻറ്റേജും ഈ കടി ഉണ്ടാക്കുന്ന ക്രിയേറ്ററിന് കൊടുത്തു. ഇനി ഇതേ കടികൾ ഉണ്ടാക്കുന്ന ചില ആളുകളുണ്ട്. അവർ കടികൾ കൊണ്ടുവരുന്നത് 1 മണിക്ക് കൊണ്ടുവരേണ്ട കടി 5 മണിക്കാണ് കൊണ്ടുവരിക. ഇനി 5 മണിക്ക് കൊണ്ടുവരേണ്ട കടി പിറ്റേ ദിവസം രാവിലെ 10 മണിക്കാണ് കൊണ്ടുവരിക. ഇവരെ കൊണ്ട് കുമാരേട്ടൻ ശരിക്കും പറഞ്ഞാൽ പൊറുതി മുട്ടി. കാരണം ഇവർ ഈ കടി കൊണ്ടുവരുമ്പോഴേക്കും കഴിക്കേണ്ട ആൾക്കാരൊക്കെ എവിടെയും പോയിട്ടുണ്ടാവും. അപ്പോൾ കുറ്റങ്ങൾ മൊത്തം കുമാരേട്ടനാണ്. കുമാരേട്ടൻ ശരിയില്ല എന്നാണ് പലരുടെയും അഭിപ്രായം. അപ്പോൾ ഇങ്ങനെ ഒരു വിഭാഗം. മറ്റൊരു വിഭാഗത്തിനെ കൊണ്ടുള്ള തലവേദന എന്ന് പറഞ്ഞാൽ കടികളൊക്കെ കൊണ്ടുവരും, പക്ഷേ ഈ കടി എന്താണെന്നൊന്നും ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അത് ഏതെങ്കിലും ഒരു പഴയ പേപ്പറിലോ മറ്റോ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കുമാരേട്ടൻ ഇതാ ഇങ്ങനെ ഒരു കടി ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ആളുകൾ എടുക്കുന്നില്ല. കാരണം ആളുകൾ അത് തുറന്നു നോക്കി കഴിച്ചാലല്ല അവർക്ക് അറിയുള്ളൂ എന്താണെന്നുള്ളത്. അപ്പോൾ അതിന് മാത്രമുള്ള ഒരു പാക്കിംഗ് അല്ല ഈ കടികൾക്ക് വരുന്നത്. അതോടുകൂടി അങ്ങനെയുള്ള കുറേ ആൾക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അത് കുമാരേട്ടൻ ശരിയില്ല എന്ന് തന്നെയാണ് അവരുടെ അഭിപ്രായം. ഇനിയും ആൾക്കാരുണ്ട്, ചില കടികൾ നല്ല രീതിയിലുള്ള പാക്കിങ്ങിലാണ് കൊണ്ടുവരിക, പക്ഷെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കഴിക്കാൻ കൊള്ളാത്ത അല്ലെങ്കിൽ ടേസ്റ്റ് എന്ന് പറയുന്ന സാധനമില്ലാത്ത കടികളാണ് കൊണ്ടുവരുന്നത്. ഈ പറയുന്ന ആൾക്കാരും ക്രിയേറ്റേഴ്സും പ്രശ്നക്കാരാണ്. കാരണം ഇവരുടെയും അഭിപ്രായത്തിൽ കുമാരേട്ടൻ ഭയങ്കര മോശമാണ്. അപ്പം ഇങ്ങനെ ഒരു കലുഷിതമായ എന്നൊക്കെ പറയുന്ന സാഹിത്യത്തിൽ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചായക്കടിയാണ് നമ്മൾ കുമാരേട്ടൻ നടത്തുന്നത്. ഈ കടയിലെ മുന്നേ ഉള്ള ചായ ഉണ്ടാക്കുന്ന ആളെ കുമാരേട്ടൻ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞില്ലേ, ആ സമയത്താണ് മറ്റൊരു കാര്യം കൂടി കുമാരേട്ടന് മനസ്സിലായത്. അന്ന് ചായ കുടിക്കാൻ ആളുകൾ വരുമായിരുന്നു, പക്ഷേ ആ ആളുകളൊന്നും തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ അതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, അന്നത്തെ ആ ചായക്കാരൻ ചെയ്തത് അയാൾ പോയിട്ട് കുറേ ആളുകളെ നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ട് അന്നത്തെ ദിവസം അവരൊക്കെ വന്ന് കുടിക്കും. കുടിച്ചു പോയ ഒരാൾ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. കാരണം ചായ ശരിയില്ല എന്ന് അവർക്കറിയാം, അവർക്ക് മനസ്സിലായി. പിന്നെ അയാളെ കണ്ണുമുന്നിൽ പോലും ഇവർ വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അന്നത്തെ സമയത്ത് കച്ചവടം നടന്നിട്ടുണ്ടായത് ആൾ വന്നത് ഇങ്ങനെയാണ്, ഈ പറഞ്ഞ പോലെ ആൾക്കാരെ പിടിച്ചു കൊണ്ടുവന്നിട്ടാണ്. അങ്ങനെയാണ് ഈ എണ്ണം കൂടിയത്. അതും കുമാരേട്ടന് മനസ്സിലായി. അപ്പോൾ ഇതാണ് നമ്മുടെ സബ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ചെയ്യുന്ന കാര്യം. ഫോഴ്സ്ഫുള്ളി ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന് സബ് ചെയ്യിച്ചിട്ട് പോവുക എന്ന് പറയുന്നത്. അപ്പോൾ കുമാരേട്ടൻ്റെ ചായക്കടയിൽ എന്താണ് നടക്കുന്നതെന്ന് ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. കുമാരേട്ടൻ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നല്ല കടികൾ കൃത്യസമയത്ത് കൊണ്ടുവരുന്ന കടികളും ടേസ്റ്റുള്ള കടികളും കുമാരേട്ടൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും.
അതുപോലെ നല്ല ചായയാണെങ്കിൽ കുമാരേട്ടൻ ഉറപ്പുണ്ടെങ്കിൽ ആ ചായ ധൈര്യമായിട്ട് കുമാരേട്ടൻ പല ആളുകൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ആ ചായയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈ ചായക്കാരനും കടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം കടി ഉണ്ടാക്കുന്ന ആളുകൾക്കും കിട്ടും. അപ്പോൾ അങ്ങനെ എല്ലാവരും ഹാപ്പി ആവുന്ന രൂപത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ബിസിനസ്സാണ് കുമാരേട്ടൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിലും ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം എന്ന് പറയുന്നത് കുമാരേട്ടൻ ശരിയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതിൽ നിങ്ങളൊക്കെ എവിടെ പെടും എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കും, എന്നിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു പ്രസൻറ്റേഷൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇങ്ങനൊരു കഥയിലൂടെ പറയണം എന്നുള്ളത്. ഇപ്പോൾ എന്തായി എന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പം നിങ്ങൾ അഭിപ്രായം പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.